അല്ലല്ല ADGP ഇത് ഇപ്പൊ അല്ലല്ലേ ഞങ്ങള് കറക്റ്റാണ്. ADGP RSS നേതാക്കന്മാരുമായി സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ്. BJP 2 വർഷം 2.5 വർഷമായിട്ട് തൃശ്ശൂരിൽ അക്കൗണ്ട് തുടങ്ങാൻ ശ്രമിക്കുകയാണ്. അവരവരുടെ വർക്ക് തുടങ്ങിയവിടെ നേരത്തെ. അപ്പോ ഞങ്ങൾ സഹായിക്കാം എന്നാണ് ദൂതന്മാര് പറഞ്ഞത്. അല്ലാതെ പൂരം കലക്കാനുള്ള ചർച്ചയല്ല RSS ജനറൽ സെക്രട്ടറിയായിട്ട് നടന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കണ്ടു, വാക്കുകൊടുത്തു. അതിന്റെ തുടർച്ചയായിട്ട് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്താണ് പൂരം കലക്കിയത്. അതിന്റെ തുടർച്ചയാണ് പൂരം കലക്കിയത്. RSSുമായിട്ട് കേരളത്തിലെ CPM-ന് എന്താ സംഘർഷം? ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ മസ്കറ്റ് ഹോട്ടൽ വെച്ച് ആരും അറിയാതെ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ RSS നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തിയില്ലേ? ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി അസംബ്ലിയിൽ ചോദിച്ചല്ലോ, നിങ്ങൾ ചർച്ച നടത്തിയോ? ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. മറുപടി ഇല്ല എന്ന് പറഞ്ഞില്ലല്ലോ. നടത്തിയതിന് തെളിവുണ്ട്. നടത്തി. എന്ത് ചർച്ച നടത്തിയത്? എന്ത് ചർച്ച? അപ്പൊ കുറെ നാളായിട്ട് നമ്മൾ അറിഞ്ഞും നമ്മൾ അറിയാതെയും ഇവർ തമ്മിൽ ചർച്ച. ചിലപ്പോൾ പുറത്തു വരുന്നത് പിന്നെയാണ് പുറത്തു വരുന്നത്. 23-ൽ RSS ജനറൽ സെക്രട്ടറിയെ കണ്ട കാര്യം RSS ആദ്യം നിഷേധിച്ചല്ലോ. എന്നിട്ടിപ്പോ എന്തായി? ഇപ്പൊ നിഷേധിക്കുന്നില്ലല്ലോ. കണ്ടതല്ലേ? എന്തിനു വേണ്ടി കണ്ടു എന്നല്ലേ ചോദ്യം. പിന്നെ വാർത്ത വന്നു, റാം മാധവനെ കണ്ടു തിരുവനന്തപുരത്ത് നിന്ന്. ഈ ADGP RSS നേതാക്കന്മാരെ കാണാൻ വേണ്ടി നേരത്തെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണോ? RSS നേതാക്കന്മാരെ കാണേണ്ട കാര്യമൊന്നുമില്ല. ലോ ആൻഡ് ഓർഡറിന്റെ ADGPക്ക് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. ഒരു അന്വേഷണത്തിന് ശേഷം അന്വേഷണങ്ങളെല്ലാം പ്രഹസനമാണെന്ന് വളരെ വ്യക്തമായില്ലേ? മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പറഞ്ഞല്ലോ, ഇവരാരും ഒരു കുറ്റം ചെയ്തിട്ടില്ലെന്ന്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള DGP അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയാണ് ഇവരാരും ഒരു കുറ്റം ചെയ്തിട്ടില്ല. പിന്നെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു കുറ്റം ചെയ്യുന്ന പറയാൻ പറ്റുമോ? എന്തിനാണ് ഹെഡ്ക്വാർട്ടേഴ്സിലെ DYSP സന്തോഷിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പറഞ്ഞത്? അതിനെപ്പറ്റി അന്വേഷണം നടക്കുമ്പോൾ അയാളെ മാറ്റി നിർത്തണമെന്ന്. അപ്പൊ ADGPയെ പറ്റി അന്വേഷണം നടത്തുമ്പോൾ ആളെ മാറ്റി നിർത്തണ്ട അല്ലേ? അത്രേ ഉള്ളൂ. അതിന് PK കുഞ്ഞാലിക്കുട്ടി ലീഗ് നേതാവിന് മറുപടി പറഞ്ഞല്ലോ. ഞാനല്ലല്ലോ മറുപടി പറയണ്ടേ. ഞങ്ങളൊന്നും ഒരു ചർച്ച, അത്തരത്തിലുള്ള ഒരു ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. അല്ല, കോൺഗ്രസ് പാരമ്പര്യത്തോടുകൂടി അവിടെ ഒരു സ്പോർട്സ് മന്ത്രി ഉണ്ടല്ലോ മന്ത്രിസഭയിൽ. ലീഗ് പാരമ്പര്യമുള്ള ജലീൽ അവിടെ മന്ത്രിയായിരുന്നല്ലോ. കോൺഗ്രസ് പാരമ്പര്യമുള്ള റഹ്മാൻ അവിടെ മന്ത്രിയല്ലേ. അപ്പൊ അവർക്കൊക്കെ ഇതേ സ്വഭാവമാണ് കോൺഗ്രസിന്റെ സ്വഭാവം. എന്നിട്ട് എന്തിനാ കയ്യിൽ വെച്ചുകൊണ്ട് തോള വെച്ചുകൊണ്ട് നടക്കുന്നത്? എന്തിനാ നടക്കുന്നത്? 15-20 പത്രസമ്മേളനം അയാൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട് നടത്തി. ഒരു ഭരണകക്ഷി MLA. ഇതാണ് ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് 20 പത്രസമ്മേളനം അവർ CPM പിന്തുണയോടുകൂടി ജയിച്ച MLA നടത്തി. എന്നിട്ട് ഒരു പത്രസമ്മേളനം 20 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു നടപടി എടുക്കാത്തത്. അയാൾ കുഴപ്പക്കാരനാണെന്ന് പറയും. അയാൾ ഫോൺ ചോർത്തുന്നവനാണ്. അയാള് ഫോൺ സംഭാഷണം ടാപ്പ് ചെയ്യുന്നവനാണ്. അയാൾ 5 മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് പുറത്തുപോയി അരമണിക്കൂർ സംസാരിച്ചൊന്ന് നുണ പറഞ്ഞ ആളാണ്. നിരന്തരം പത്രക്കാരെ കാണരുതെന്ന് പറഞ്ഞിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മനസ്സിലായ? പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു അവിടുത്തെ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്നും പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചോളാൻ പറഞ്ഞു പത്രക്കാരോട്. ഇത്രയും ഒരാൾക്കെതിരെ പറഞ്ഞിട്ട് അയാൾ ഇപ്പോഴും LDF MLA ആയി തുടരുന്നു എന്ന് പറഞ്ഞാൽ അയാളെ ഭയപ്പെടുന്നു എന്നല്ലാതെ നമ്മൾ പിന്നെ എന്താ വിചാരിക്കുന്നത്? സാമാന്യ യുക്തിയുണ്ട്. എന്ന് പറഞ്ഞില്ലല്ലോ. ഞാനത് ക്ലാരിഫൈ ചെയ്തല്ലോ. അദ്ദേഹത്തോട് ഇവർ പോയി സംസാരിച്ചത് ഇവിടെ ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ സഹായിച്ചോളാം. പിന്നീട് അതിന്റെ തുടർച്ചയായിട്ട് 1 വർഷം കഴിഞ്ഞിട്ടല്ലേ പൂരം നടക്കുന്നത്. പിന്നെയല്ലേ പൂരം നടക്കുന്നത്? ഈ ഏപ്രിലല്ലേ നടക്കുന്നത്? 2024-ലല്ലേ? അത് സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്ത കാര്യമാണ്. ഞങ്ങളന്ന് നല്ല ക്ലാരിറ്റിയോടുകൂടിയാണ് പറഞ്ഞത്. അത് എല്ലാവരുടെയും ഒന്ന് കൂട്ടിക്കുഴച്ച് നോക്കിയതാ. അത് ഈ സമയത്തിന്റെ കാര്യം നോക്കിയതാ. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ റെക്കോർഡിലുണ്ട്, നിങ്ങളുടെ ലാബിലെ റെക്കോർഡിലുണ്ട്. നോക്കിക്കോ, ഞാൻ അത് പറഞ്ഞിട്ടില്ല.
എന്തായാലും കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയപ്പോൾ എന്ന് പറയുന്ന ആരോപണം വന്നപ്പോൾ CPM എടുത്ത നിലപാടായിരിക്കില്ല കോൺഗ്രസ് അവിടെ എടുക്കുന്നത്. പാർട്ടി അന്വേഷിച്ച് KPCC പ്രസിഡന്റ് പറയും, ഞങ്ങൾ പാർട്ടി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കും. എന്താണ് എന്ന് പഠിച്ചിട്ട് പാർട്ടി ഒരു തീരുമാനമെടുക്കും.